അങ്ങനെ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് ഈ പടം എഴുതണം എന്നുള്ള നിലയിലേക്ക് വരുന്നത്. ഞാൻ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടില്ലേ? അല്ല, വർക്ക് ചെയ്തിട്ടില്ല. തിരക്കഥ കൃത്യത്തിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓ, അത്ര പിന്നെയാണ് അസിസ്റ്റന്റ് ആകുന്നത്. ശരിക്കും അത് ശരി. പിന്നെ സാറിന്റെ എല്ലാ പടങ്ങളിലും. അപ്പൊ ആദ്യം സാറിനെ പരിചയപ്പെട്ട് ജയ സാറിന്റെ കണ്ണകിയിലെ എഴുത്തുകാരനാണ്. ഈ കണ്ണകി പ്രൊജക്ട് ഈ പറഞ്ഞ പോലെ അത് ഷേക്സ്പിയറിന്റെ തന്നെയാണ്. ഷേക്സ്പിയർ ഡ്രാമ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ അതെങ്ങനെയാണ് അത് എഴുതാൻ പറയുകയാണോ അങ്ങോട്ട്? അതെന്താ സംഭവം എന്ന് വെച്ചാല്, ഞങ്ങളിങ്ങനെ ചർച്ചകളും കാര്യങ്ങളൊക്കെ പോയിട്ട് ഒന്നിച്ച് ഈ പഠനം എന്ന് പറയുന്നത് സിനിമയിൽ വർക്ക് ചെയ്യുക മാത്രമല്ലല്ലോ. അതിന്റെ തിയറി പഠിക്കുന്ന പോലെ സംഭവം ചർച്ചകളും യാത്രകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ പടത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യണം സംഭവം എന്ന് പറയുന്നു. കാരണം അദ്ദേഹം ആദ്യം ഒരു ഷേക്സ്പിയർ പ്രോജക്ട് ചെയ്തിട്ടുണ്ടല്ലോ. സമയമാണ്. അപ്പോഴത്തേക്കാണ് പിന്നെ പുതിയ ഏത് സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇതിലേക്ക് എത്തുന്നത്. എത്തിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയേണ്ട, അന്ന് ആരും എഴുതാൻ തയ്യാറാവുന്നില്ല. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോക്ക് ഫൈറ്റ്, കോഴിപ്പോരിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കഥ രൂപീകരിച്ച് വരിക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമേ അല്ല.